നമസ്കാരം. രാഷ്ട്രീയത്തിൽ നടക്കുന്നത് യുദ്ധമാണ്, പൊരിഞ്ഞ യുദ്ധം. ഇടതിനുള്ളിലും വലതിനുള്ളിലും നേതാക്കന്മാർ പരസ്പരം പോരടിച്ച് രംഗം തകർക്കുകയാണ്. അമ്പലപ്പുഴ MLA ജി സുധാകരനും കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും തമ്മിലുള്ള പോരടി കേരള രാഷ്ട്രീയത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് പരസ്പര ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി മുന്നേറുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ ആശയ ഐക്യമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ CPM-ൽ ചർച്ചയാകുന്നത് ആശയങ്ങളുടെ ഐക്യമല്ല, നേതാക്കളുടെ ഏറ്റുമുട്ടലുകളാണ്. ഒരു കാലത്ത് പാർട്ടിയുടെ നെടുംതൂണായി നിന്ന ജി സുധാകരനും ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിലുള്ള വാക്പോര് വ്യക്തിപരമായ വിമർശനങ്ങളിൽ ഒതുങ്ങാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഉയർത്തി തുടങ്ങി. ജി സുധാകരന്റെ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞ് ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയതോടെ ഈ തർക്കം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഒരിക്കൽ താൻ ചവിട്ടി നിന്ന പാളയത്തിൽ നിന്ന് ഒഴിഞ്ഞ കൈയോടെ ഇറങ്ങി നടന്ന സുധാകരൻ ഒരൽപ്പം വലത്തേക്ക് ചാഞ്ഞ് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി വിജയിച്ചതോടെ സുധാകരൻ 8 നിലയിൽ പൊട്ടുമെന്ന് വാദിച്ച ഇടതുപക്ഷ നേതാക്കൾക്ക് ആദ്യത്തെ പ്രഹരം കിട്ടി. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്തെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന മുതിർന്ന ചാണക്യന്മാരിൽ ഒരാളായ സുധാകരനാണ് ഇത്തരത്തിൽ തെറ്റിപ്പിരിഞ്ഞതെന്ന് ഓർക്കാതെയാണ് ഇടതുപക്ഷം സുധാകരനെ പിന്നീട് ആക്രമിക്കാൻ തുടങ്ങിയത്. അതോടെ ഇടതു നേതാക്കളെ മുഴുവൻ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിക്കൊണ്ട് സുധാകരൻ നഗ്നമായ വെളിപ്പെടുത്തലുകൾ തുടങ്ങി. വയസ്സായാൽ വായും പൂട്ടി മിണ്ടാതെ മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളണം എന്നാണ് ഇപ്പോൾ പിണറായിക്കും ഗോവിന്ദൻകുട്ടിക്കും അടക്കമുള്ള സുധാകരന്റെ പരസ്യ ശാസനം. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര MLA ജി സുധാകരനും CPM നേതാക്കളും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായി തുടരുന്നു. CPM നേതാക്കൾക്കെതിരെ ജി സുധാകരൻ വീണ്ടും ശക്തമായ വിമർശനം ഉന്നയിച്ചു. പ്രായമായ CPM നേതാക്കൾ വയോജന പാഠശാലയിൽ പോയി പഠിക്കണം, ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം, എതിരാളികളെ അസഭ്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ടാണ് മുഴുവനും തോറ്റത് എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. തന്റെ ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തി ചീത്ത വിളിച്ചതെന്നും സുധാകരൻ ചോദിച്ചു. പോലീസും അതിന് കൂട്ടുനിന്നു. ഭരണം മാറിയത് ആലപ്പുഴയിലെ പോലീസ് അറിഞ്ഞിട്ടില്ല, തനിക്ക് ആരുടെയും ആനുകൂല്യം ആവശ്യമില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച MLA-യുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിൽ സുധാകരൻ വർഗവഞ്ചകനാണെന്നും ആ സമീപനം തുടർന്നാൽ കൈകാര്യം ചെയ്യുമെന്നും CPM ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞിരുന്നു. തന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിന് ഉത്തരവാദി CPM ആണെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ആയിരിക്കുമെന്നും പിന്നാലെ സുധാകരൻ പറയുകയുമുണ്ടായി. എന്നെ കൈകാര്യം ചെയ്തോളൂ, എന്നാൽ CPM-നെ ജനം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട നേതാവാണ്. ജനപിന്തുണ തിരിച്ചു കൊണ്ടുവരാനുള്ള ബൗദ്ധിക ശേഷിയോ കായിക ശക്തിയോ ഇല്ലാത്തയാളെന്നും ജി സുധാകരൻ MLA ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ തർക്കം ഒരു ജി സുധാകരന്റെയോ MV ഗോവിന്ദന്റെയോ മാത്രം വിഷയമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള വലിയ രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാണ്. ആശയങ്ങൾക്കപ്പുറം വ്യക്തികളെ ഏറ്റുമുട്ടുമ്പോൾ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയാണ് പരീക്ഷിക്കപ്പെടുന്നത്. വിമർശനങ്ങളെ സംവാദത്തിലൂടെ നേരിടുമോ അതോ കൂടുതൽ ആഭ്യന്തര ഏറ്റുമുട്ടലുകളിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുക എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം ഒരു പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് എതിരാളികളെ നേരിടുന്നതിലല്ല, സ്വന്തം പ്രതിസന്ധികളെ എത്ര പക്വതയോടെ അതിജീവിക്കുന്നു എന്നതിലാണ് അളക്കപ്പെടുന്നത്.